ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് നമ്മൾ കേരളത്തിലേക്ക് വരുമ്പോൾ അവിടെ കോൺഗ്രസിലെ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ സമ്പൂർണ്ണ പൊളിച്ചെഴുത്തിന് സാധ്യതയാണുള്ളത്. രാഹുൽ മാങ്കൂട്ടത്തിലിന് എതിരെ പരസ്യ നിലപാടെടുത്ത നേതാക്കൾക്കെതിരായ സൈബർ ആക്രമണങ്ങളിൽ വനിതാ നേതാക്കൾക്ക് പുറമെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ കൂടി നിലപാട് കടുപ്പിച്ചതോടെയാണ് ഈ പൊളിച്ചെഴുത്തിന് വഴി തുറക്കുന്നത്. ബീഹാർ ബി.ഡി. പോസ്റ്റിലെ ജാഗ്രതക്കുറവും പുനഃസംഘടനയ്ക്ക് നേതൃത്വത്തെ നിർബന്ധിതരാക്കി എന്നാണ് സൂചന. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് ഡാൻ കുര്യൻ ആണ്. ഡാൻ, ഇപ്പോൾ ഈ രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന വിഷയങ്ങൾ, അതിൽ രാഹുലിനെ പിന്തുണച്ചുകൊണ്ടുള്ള ഒരു വിഭാഗം, രാഹുലിനെ എതിർത്തവർക്ക് നേരെയുള്ള സൈബർ ആക്രമണം, അങ്ങനെ പൊതുവെ കോൺഗ്രസിൻ്റെ ഒരു സൈബർ വിങ് അത്ര കരുത്തർ എന്നൊന്നും പറയാൻ സാധിക്കില്ല. പക്ഷേ ഈ ഒരു വിഷയത്തിന് ശേഷം ചേരിതിരിഞ്ഞുള്ള പോരാട്ടത്തിൽ അവർ കരുത്ത് കാണിക്കുന്ന ഒരു സാഹചര്യമാണല്ലോ ഉള്ളത്. ഏത് നിലയിലുള്ള ഒരു അഴിച്ചുപടിക്കാണ് സാധ്യത, ഡാൻ? അഭിലാഷ, ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, വി.ടി. ബൽറാമുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം ഈ ബി.ഡി. ബീഹാർ പോസ്റ്റുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് മുതിർന്ന നേതാക്കളുടെ ഭാഗത്തു നിന്ന് തന്നെ ഈ DMCയുടെ പ്രവർത്തനങ്ങൾ സംബന്ധിച്ച് പരസ്പര വിരുദ്ധമായ ചില പ്രസ്താവനകൾ ഉണ്ടായത്. രാഹുൽ വിവാദം അതിനു മുമ്പ് മുതൽ തന്നെ വലിയ തരത്തിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ഏറ്റവും ഒടുവിൽ ഈ ബീഹാർ ബി.ഡി. വിവാദം ഇന്ത്യ മുന്നണിയിലെ മറ്റ് കക്ഷി നേതാക്കളടക്കം വിമർശനവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയതോടെയാണ് DMCയിൽ കൃത്യമായ ഒരു സ്ക്രൂട്ടണി വേണം എന്നൊരു നിലപാടിലേക്ക് നേതൃത്വം തന്നെ എത്തിയിരിക്കുന്നത്. നിലവിൽ ഡിജിറ്റൽ മീഡിയ സെല്ലിൽ പ്രൊഫഷണൽ ആളുകളുണ്ട്, പ്രൊഫഷണൽ വൈദഗ്ധ്യമുള്ള ആളുകളുണ്ട്. അതിനു പുറമെ ഈ സൈബർ പോരാളികളുമുണ്ട്. അപ്പോൾ ഇതിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിവാദം ഉണ്ടായതിന് പിന്നാലെ രാഹുലിനെതിരെ നിലപാടെടുത്ത കോൺഗ്രസിലെ മുതിർന്ന വനിതാ നേതാക്കളായ ഉമാ തോമസ് ഉൾപ്പെടെയുള്ളവർക്കെതിരെ വലിയ തരത്തിലുള്ള വിമർശനം ഈ സൈബർ ഇടങ്ങളിൽ വ്യക്തിഹത്യ നടത്തുന്നവരെയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെ ലക്ഷ്യം വെച്ചുകൊണ്ട് സമാനമായ തരത്തിലുള്ള വലിയ തരത്തിലുള്ള സൈബർ ആക്രമണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതോടെയാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം നിലപാട് കടുപ്പിച്ചുകൊണ്ട് പരസ്യമായി തന്നെ പേടിപ്പിക്കാൻ നോക്കേണ്ട സൈബർ പോരാളികളെ വെച്ച് കോൺഗ്രസ് ജീവിക്കുന്നത് റീൽസിലും സോഷ്യൽ മീഡിയയിലും അല്ല എന്ന നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യമുണ്ടായത്. എന്തായാലും ഈ വിവാദം ഇങ്ങനെ ചൂടുപിടിക്കുന്നതിനിടയിലാണ് DMCയുടെ പ്രവർത്തനത്തിൽ സമൂലമായ ഒരു പൊളിച്ചെഴുത്തിന് വഴി തുറന്നേക്കുമെന്നൊരു സൂചനകൾ ഇപ്പോൾ പുറത്തുവരുന്നത്. അങ്ങനെയാണെങ്കിൽ മുതിർന്ന നേതാക്കളുടെ കൃത്യമായ മേൽനോട്ടത്തിലായിരിക്കും ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ പ്രവർത്തനം ഇനി നടക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ചുമതല KPCC നേതൃതലത്തിലുള്ള ഏതെങ്കിലും ഒരു ഭാരവാഹിക്ക് കൈമാറാനുള്ള സാധ്യതകളിലേക്ക് കാര്യങ്ങൾ എത്തും. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നുണ്ട്. നിലവിൽ പാർട്ടി നേതാക്കൾക്കെതിരെ ഉൾപ്പെടെ കോൺഗ്രസിന്റെ ഔദ്യോഗിക ഡിജിറ്റൽ മീഡിയ സെല്ലിന്റെ ഭാഗമായിട്ടുള്ള സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ നിന്ന് വലിയ തരത്തിലുള്ള വ്യക്തിഹത്യ നടത്തുന്ന പരാമർശങ്ങൾ വന്നതോടെയാണ് മുതിർന്ന നേതാക്കൾ തന്നെ ഈ വിഷയത്തിൽ ഇടപെടുകയും അടിയന്തരമായി DMCയിൽ ഒരു പൊളിച്ചെഴുത്ത് വേണമെന്ന ആവശ്യത്തിന് ബലമേകുകയും ചെയ്തിരിക്കുന്നത്. യെസ്, ഇതാണ് ഇപ്പോൾ കോൺഗ്രസിലെ സോഷ്യൽ മീഡിയ നയിക്കുന്നതുമായി ബന്ധപ്പെട്ട ഉണ്ടായിട്ടുള്ള തർക്കങ്ങൾ. പ്രത്യേകിച്ച് വി.ഡി. സതീശൻ അടക്കം നിലപാട് കടുപ്പിക്കുന്ന സാഹചര്യം. തദ്ദേശ തെരഞ്ഞെടുപ്പ് ആസന്നമായിരിക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങൾ നടക്കേണ്ട സമയമാണ്. അതിനിടയിലായിരുന്നു ഇടുത്തി പോലെ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം ഇപ്പോൾ വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. അതേസമയം സംസ്ഥാനത്തെ ഇടിമുറികളുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉൾപ്പെടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു സമയം കൂടിയാണിത് എന്നും കോൺഗ്രസ് തിരിച്ചറിയുന്നുണ്ട്.